ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അത്രയും ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമ തനിക്കില്ല. 7 ദിവസം അതിനുള്ളിൽ അവൻ വീണിരിക്കണം. ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം. അവനിപ്പോ 2ാമത്തെ തവണയാ എന്റെ മേൽ കൈവെക്കുന്നത്. അവനതിന് അനുഭവിക്കണം. കിടന്ന കിടപ്പിൽ താൻ ചെയ്ത പ്രവൃത്തിയൊത്ത് അവൻ നീറി പുകയണം. വൈദ്യയിൽ വല്ലാത്ത പക നിറഞ്ഞു. ശരീരമാകെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും അവൾ പോയി നന്നായൊന്ന് കുളിച്ചു. ഇട്ടിരിക്കുന്ന വസ്ത്രം മാറ്റി ചുവപ്പ് നിറത്തുള്ള പ്രത്യേക സാരി എടുത്ത് ചുറ്റി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിച്ചു കണ്ണെഴുതി പൊട്ടുതൊട്ടു. വാതിലുകളൊക്കെ ഭദ്രമായി അടച്ച് നേരെ പൂജാമുറിയിലേക്ക്. ബലിരൂപിയുടെ പ്രതിമയ്ക്ക് മുന്നിലായി അന്നച്ഛൻ സിദ്ധാർത്ഥിന് വേണ്ടി കരുതി വെച്ച അതേ മനുഷ്യരൂപം അവിടെ തന്നെ ഇരിപ്പുണ്ട്. തന്റെ വാക്കുകേട്ട് ചെറിയൊരു ആപത്ത് വരുത്താൻ മാത്രമുള്ള പണിയെ അച്ഛൻ ആ മനുഷ്യരൂപത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. വൈദേഹി പ്രതിമയുടെ മേലുള്ള ചരടുകളെല്ലാം അഴിച്ചു മാറ്റി ബലിരൂപിക്ക് മുന്നിൽ പ്രത്യേക പൂജകൾ ചെയ്ത് അർദ്ധരാത്രിയോടെ അവൾ 7 ചരടുകൾ പൂശി തയ്യാറാക്കി വെച്ചു. ഓരോന്നും പല വലിപ്പത്തിലുള്ളത്, നേർത്തത് മുതൽ നല്ല വണ്ണമുള്ളവരെ. 7 മന്ത്രങ്ങൾ ഉരുവിട്ട് ആ പ്രതിമയുടെ മേൽ ചുറ്റിക്കെട്ടി വെച്ചു കൊടുത്തു അവൾ. എന്നിട്ട് എന്തിനോ വേണ്ടി കാത്തിരുന്നു. രാത്രിയുടെ 7ാം യാമം കഴിഞ്ഞെന്ന് കാരൻ കോഴി അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതോടുകൂടി വൈദേഹി കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ പകയാൽ തിളങ്ങിക്കൊണ്ടിരുന്നു. മനുഷ്യരൂപത്തിന്റെ മേലുണ്ടായിരുന്ന ഒരു നേർത്ത ചരട് ക്രൂരമായ ഒരു ചിരിയോടെ അവൾ പതിയെ അഴിച്ചു മാറ്റി. തറവാട് വീട്ടിൽ മേഘയും ചുറ്റിപ്പിടിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു സിദ്ധാർത്ഥ്. പെട്ടെന്ന് ഉറക്കത്തിൽ അവന്റെ മുഖം വേദനയാൽ ചുളിഞ്ഞു. വേദനിക്കുന്ന ഇടത് കൈ പൊത്തിപ്പിടിച്ച് അവൻ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഉറക്കത്തിൽ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇടത്തെ കൈ ഉയർത്താൻ തന്നെ കഴിയുന്നില്ല. തന്റെ വലത് കൈയിലായി കിടക്കുന്ന മേഘയെ സിദ്ധാർത്ഥ് പതുക്കെ എടുത്തു മാറ്റി. ഇനി എന്തെങ്കിലും കടിച്ചോ മറ്റാണോ? കൈക്ക് എന്താണ് പറ്റിയെന്ന് ശരിക്കും നോക്കാൻ വേണ്ടി പതിയെ എഴുന്നേറ്റ് അവൻ മുറിയുടെ പുറത്തേക്ക് നടന്നു. എന്തോ ഒരു അനക്കം കേട്ടാണ് മേഘ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അരികിൽ സിദ്ധാർത്ഥില്ല. എവിടെ പോയി? ബാത്റൂമിന് നേരെ നോക്കിയപ്പോൾ ശബ്ദവും വെളിച്ചവുമൊന്നുമില്ല. ഹാളിൽ നേരത്തെ വെളിച്ചം കാണുന്നുണ്ട്. ചെന്നൈക്ക് പോയാൽ രാവിലെ 10 മണിക്കാണ് ട്രെയിൻ. പക്ഷെ ഇത്രയും നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അഴിഞ്ഞുളഞ്ഞ മുടിയും വാരിക്കെട്ടി മേഘ അങ്ങോട്ടേക്ക് ചെന്നു. ഗ്രില്ലിന്റെ അരികിലുള്ള ഊഞ്ഞാലിൽ വേദനയെടുത്ത് ചുളിഞ്ഞ മുഖമായിരിക്കായിരുന്ന സിദ്ധാർത്ഥ് ഇടത് കൈപ്പത്തി പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. സിദ്ധുവേട്ടാ, എന്തു പറ്റിയതാ? മേഘ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അറിയില്ലടോ, ഭയങ്കര വേദന തോന്നി. ഞാൻ വിചാരിച്ച എന്റെ ഇടത്തെ കൈ അങ്ങ് ഊരിപ്പോവാണെന്ന്. ആജാതി വേദന. പക്ഷെ ഇപ്പൊ അതിന് കുറവുള്ള പോലെ. പക്ഷെ ഈ വിരലുകൾ അനക്കാൻ പറ്റുന്നില്ല. ഇനി ഉറക്കത്തിൽ എന്തെങ്കിലും കടിച്ചോ മറ്റാണെന്ന് അറിയില്ല. അയ്യോ, നോക്കട്ടെ. വിറയലോടെ സിദ്ധാർത്ഥന്റെ ഇടത് കൈ മേഘയുടെ നേരെ നീട്ടി. അപ്പോഴവൻ വേദന കൊണ്ട് മുഖം ചുളിയെന്ന് അവൻ കാണുന്നുണ്ടായിരുന്നു. കൈ നോക്കിയിട്ടും ഷർട്ട് അഴിച്ച് നോക്കിയിട്ടൊന്നും ഒരടയാളവും കാണാൻ പറ്റിയില്ല. പക്ഷെ സിദ്ധാർത്ഥിന്റെ വേദനയ്ക്ക് മാത്രം യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. മേഘ പതിയെ തലോടി കൊടുത്തപ്പോൾ വേദന കുറച്ച് കുറഞ്ഞെങ്കിലും ചെറുവിരലും മോതിരവിരലും അനക്കാൻ കഴിയുന്നില്ല. തൊടുമ്പോഴുള്ള വേദനയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ അത് ഒടിഞ്ഞ പോലെ മേഘക്ക് തോന്നി. സിദ്ധാർത്ഥിനോട് പറഞ്ഞപ്പോൾ അവനും അങ്ങനെ തന്നെ തോന്നി. സിദ്ധുവേട്ടാ, ഇനി വെച്ചിരിക്കേണ്ട, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. ചെന്നൈ യാത്ര നാളേക്ക് മാറ്റാൻ പറ്റുമോ? അയ്യോ, അത് ശരിയാവില്ല. ഹോസ്പിറ്റൽ പോയിട്ട് വരാം, പക്ഷെ ചെന്നൈക്ക് തന്നെ പോകണം. ഞാനൊന്ന് അച്ഛനെ വിളിക്കട്ടെ? വണ്ടി ഓടിക്കണ്ട. വേണ്ട, ഇനിയിപ്പോൾ അച്ഛനോടൊന്നും പറയണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഒന്നാമത് ഒരുപാട് ടെൻഷനുണ്ട്. ഇനി ഇതും കൂടെ ചെന്ന് പറയണ്ട. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ മേഘ തലയാട്ടി സമ്മതിച്ചു. വേഗം വസ്ത്രം മാറി അവൾ അവന്റെ കൂടെ ഇറങ്ങി. കട്ടകുത്തുന്ന ഇരുട്ടിൽ തന്റെ വീടിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വൈദേഹി. ചെയ്ത പണി വെച്ച് നോക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിന്റെ ഒരു വശമെങ്കിലും തളർന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് മേഘയുടെ നെഞ്ചുപൊട്ടിയുള്ള ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കാം. സിദ്ധാർത്ഥിന്റെ ഒരു വശം തളർന്നു എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്ന കേൾക്കാം. വൈദേഹിയുടെ ചുണ്ടിലൊരു ചെറുചിരി വിരിഞ്ഞു. ആ കരച്ചിൽ അതും കാത്താണ് ഈ നിൽക്കുന്നത്. പക്ഷെ അവളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി തറവാട് വീടിന്റെ മുൻവശത്തെ വെളിച്ചം തെളിയുകയും ആദ്യം സിദ്ധാർത്ഥ് ഇറങ്ങുന്നു, അതിന്റെ പിറകെ മേഘ ഇറങ്ങുന്നതും കണ്ടു. അപ്പൊ ഇവനൊന്നും പറ്റിയില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വൈദേഹി അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. ഇടത്തെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ്. ഛേ, എന്തോ പാളിച്ച് എവിടെയോ പറ്റിയിരിക്കുന്നു. അവന് ചെറിയ എന്തോ പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. നിരാശയോടെ വൈദേഹി സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയും കഠിനമായ പണികൾ ബാക്കിയുണ്ട്. പക്ഷെ നാളെ അർദ്ധരാത്രി കഴിയണം അതൊക്കെ ചെയ്യണമെങ്കിൽ. സിദ്ധാർത്ഥ് മേഘയെ ഹോസ്പിറ്റലിലെത്തി. അവർ കരുതിയ പോലെ തന്നെ ചെറിയവിരലും മോതിരവിരലും ഒടിഞ്ഞിട്ടുണ്ട്. കഠിനമായ എന്തോ ആയുധം വെച്ച് അടിച്ച പോലെ ചതഞ്ഞു പോയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥും മേഘയും പരസ്പരം നോക്കി. എങ്ങനെ പറ്റിയതാണെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ വാതിലിനിടയിൽ വെച്ച് കൈ ഇടുങ്ങിയതാണെന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. പ്ലാസ്റ്റർ ഇട്ട് മരുന്നുകളും വാങ്ങി അവരവിടെ നിന്ന് ഇറങ്ങി. 3 ആഴ്ച കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ അഴിക്കാൻ പറ്റുകയുള്ളൂ. പോകുന്ന വഴിക്ക് മേഘ മൗനമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചാണെന്ന് ഒരു എത്തുംപിടിയും കിട്ടിയില്ല. സിദ്ധാർത്ഥിന്റെ ചിന്തയും അത് തന്നെയായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചെന്ന ഒരു പിടുത്തവുമില്ല. നന്നായി വേദന എടുത്തപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അവന് നെടിവീർപ്പോടെ തന്റെ വിരലുകളിലേക്ക് നോക്കി. ഇടയ്ക്കെപ്പോഴോ കയ്യിൽ കെട്ടിയിരുന്ന ചരടിൽ കൈ സ്പർശിച്ചപ്പോൾ അവന്റെ മനസ്സിൽ വൈദേഹിയുടെ മുഖം തെളിഞ്ഞു. അസ്വസ്ഥയോടെ അവൻ വേറെന്തോ ഓർക്കാൻ ശ്രമിച്ചിട്ടും വൈദേഹിയുടെ മുഖം അവന്റെ മനസ്സിൽ നിന്നും പോകുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തം ഒരു പിരിമുറുക്ക് രണ്ടുപേരെയും ബാധിച്ചു. അച്ഛനോട് വിവരം പറയണമെന്ന് മേഘ അവനോട് പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ് സമ്മതിച്ചില്ല. എങ്ങാനും അറിഞ്ഞാൽ ചെന്നൈക്ക് പോകേണ്ടെന്ന് അച്ഛൻ തീർച്ചയായും പറയും. എന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ താൻ എല്ലാം അവസാനിപ്പിച്ച് തിരികെ വരും. അതിനിടയിൽ അച്ഛനെ കൂടെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട.
എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാൻ തക്ക ഉത്തരവില്ല കയ്യിൽ. രാവിലെ പ്രാർത്ഥന എടുക്കുമ്പോഴും അത് സിദ്ധാർത്ഥിനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോഴും ട്രെയിനിൽ പോകുമ്പോൾ അവന് കഴിക്കാനുള്ള പൊതിച്ചോറ് കെട്ടുമ്പോഴൊക്കെ മേഘ വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അസ്വസ്ഥമാകുന്ന മനസ്സിനെ അവൾ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥിന് പോകാനിറങ്ങാൻ സമയമായി. ഡ്രൈവർ അവന്റെ ബാഗ് കാറിലേക്ക് എടുത്തു വെച്ചപ്പോൾ അമ്മയെ കാണാനായി രേണുകയുടെ മുറിയിലേക്ക് പോയിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. കാര്യം പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി അരികിൽ നിൽക്കുന്ന മേഘയെ നോക്കി അവരെന്തൊക്കെയോ കണ്ണുകൾ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും സിദ്ധാർത്ഥിനും മേഘക്കും മനസ്സിലായതേയില്ല. സിദ്ധാർത്ഥ് ഇറങ്ങാൻ നേരം മേഘയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഘർഷം. 1.5 ആഴ്ച കഴിഞ്ഞു കാണുമല്ലോ എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വേറെന്തൊക്കെയോ ആദ്യം ഉടലെടുക്കുന്ന പോലെ. സിദ്ധാർത്ഥിന്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. എന്തുകൊണ്ടോ പോവേണ്ട എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. സിദ്ധാർത്ഥ് പോകുന്ന നേരം മേഘ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ എത്ര സമാധാനിപ്പിച്ചിട്ടും ആൾക്ക് വേദന അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാറിൽ കയറി പോകുമ്പോഴും സിദ്ധാർത്ഥ് തലയിട്ട് അവളെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു. ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെ അന്നേരം പറഞ്ഞു. മോളെ അവൻ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരുമല്ലോ, മോൾ എന്തിനെങ്ങനെ കരയുന്നത്? മുഖം പൊത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേഘയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പരമേശ്വരൻ പറഞ്ഞു. മേഘ അതിന് വെറുതെ മൂളുക മാത്രം ചെയ്തു. എന്തുകൊണ്ടോ അയാൾക്ക് ഇപ്രാവശ്യം സിദ്ധാർത്ഥ് പോയപ്പോൾ അടക്കാൻ കഴിയാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് അറിയില്ല. ഇതിനു മുമ്പ് പലപ്പോഴും അവൻ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വിഷമം ആദ്യമായിട്ടാണെന്ന് അയാൾ ഓർത്തു. തൽക്കാലം മേഘയുടെ അനിയത്തിമാർ 2 ദിവസത്തേക്ക് വിളിച്ചു നിർത്താമെന്ന് അയാൾ വിചാരിച്ചു. ട്രെയിൻ കയറുമ്പോഴും ട്രെയിനിൽ വെച്ച് റേഞ്ച് പോകുമ്പോഴും ഒക്കെ സിദ്ധാർത്ഥ് മേഘയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചൊക്കെ സമാധാനം തോന്നിയെങ്കിലും പരസ്പരം കാണുന്നതിനെ രണ്ടുപേരും കാത്തിരുന്നു. വിരലല്ലേ, കുഴപ്പമില്ലെന്നൊക്കെയാണ് സിദ്ധാർത്ഥ് വിചാരിച്ചെങ്കിലും ആ 2 വിരലുകൾ ഒടിഞ്ഞ കാരണം അവൻ നന്നായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവിടെ മേഘ അവനും താമസിച്ചിരുന്ന പഴയ ഫ്ലാറ്റിലെത്തി. ഫ്രണ്ട്സിനോട് വിളിച്ചു പറഞ്ഞിരുന്ന കാരണം അവരിവിടേക്ക് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പൊതുവെ ചെന്നൈയിലെ ഭക്ഷണം വയറിനത്ര പിടിക്കാറില്ല. നിൽക്കുന്ന സമയത്തോളം സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വിരലും വെച്ചിട്ട് കുക്ക് ചെയ്യലും നടക്കില്ല. അതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അന്ന് വൈകുന്നേരമാണ് ഭൈരവൻ കരിമാടനെയും കൂട്ടി തുരുത്തിലെ തറവാട്ട് വീട്ടിൽ നിന്നും തങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. കരിമാടനെ ആരും കാണാതിരിക്കാനായി അയാൾ കാർ പോർച്ചും കഴിഞ്ഞ് വീടിന്റെ സ്റ്റെപ്പ് വരെ കാർ കയറ്റിയിട്ടു. ഡോർ തുറന്നിറങ്ങിയ കരിമാടൻ കാറ്റുപോലെ ഉള്ളിലേക്ക് കയറിപ്പോയി. സ്റ്റെയർ കേസിന്റെ അവിടെയുള്ള ബട്ടണുകൾ തിരിച്ച് നിലവറ തുറന്ന് കരിമാടൻ വേഗം അതിനുള്ളിലേക്ക് ഇറങ്ങി. ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ടാണ് സംഭവിച്ചത്. ഭൈരവൻ ചുറ്റുപാടും വീക്ഷിച്ചു, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അയാൾ അകത്തേക്ക് കയറി. അപ്പോഴാണ് വൈദേഹി ഇറങ്ങി വന്നത്. അയാളെവിടെ അച്ഛാ? കരിമാടനെ കൂട്ടിക്കൊണ്ടുവരുന്നു പറഞ്ഞു പോയ അച്ഛൻ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ടപ്പോൾ വൈദേഹി ചോദിച്ചു. അവൻ നിലവറയിലേക്ക് പോയിട്ടുണ്ട്. പോയോ? അതെപ്പോ? ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അതൊക്കെ അവൻ പോയി. വൈദേഹി അത്ഭുതത്തോടെ സ്റ്റെയർ കേസിന്റെ അവിടേക്ക് നോക്കി. അവിടെ ശൂന്യമായിരുന്നു. ഭൈരവൻ ഈ സമയം വൈദേഹിയെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. ആളുടെ മുഖത്തും വെളുത്ത കൈത്തണ്ടകളിലൊക്കെ കരിനീലിച്ച പാടുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ആരോ കണക്കറ്റ് മർദ്ദിച്ച പോലെ. ഭൈരവന്റെ നോട്ടം കണ്ടപ്പോൾ വൈദേഹിയും ഒന്ന് പതറി. അച്ഛനോട് ഒരു പരിധിയിൽ കൂടുതൽ നുണ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. വൈദേഹി, ഞാൻ ചോദിക്കുന്ന കേൾക്കാൻ കാത്തിരിക്കുകയാണോ നീ? നിനക്ക് എന്താ സംഭവിച്ച്? ആരാ നിന്നെ ഉപദ്രവിച്ച്? അവനാണോ ആ സിദ്ധാർത്ഥ്? വൈദേഹി തലതാഴ്ത്തി നിന്നു. അത് കണ്ടപ്പോൾ ഭൈരവന്റെ മുഖത്ത് കോപ ഇരച്ചു കയറി. അപ്പൊ അവൻ തന്നെയാണല്ലേ? പല്ലിയടിച്ചുകൊണ്ട് അയാൾ ദേഷ്യത്തോടെ തറവാട് വീടിന്റെ നേരെ നടന്നു. അപ്പോൾ അയാൾ വൈദേഹിയുടെ സ്നേഹമുള്ള അച്ഛൻ മാത്രമായിരുന്നു. വൈദേഹി വേഗം അച്ഛന്റെ പിന്നാലെ ഓടിച്ചെന്നു. ഇപ്പോൾ സിദ്ധാർത്ഥ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പരമേശ്വര മാമയ്ക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിലും ഇതുവരെ ഒന്നും ഉറപ്പാക്കിയിട്ടില്ല. അച്ഛൻ ചെന്ന് വല്ലതും വിളിച്ചു പറഞ്ഞാൽ അവർ ശരിക്കും ഉറപ്പിക്കും. അച്ഛനെ ഓരോന്ന് പറഞ്ഞ് മയപ്പെടുത്തി അവൾ തിരികെ വീടിനുള്ളിലേക്ക് തന്നെ കയറ്റി. എന്നാലും അയാളുടെ ദേഷ്യം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ജീവനോട് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചു വരുത്തിയതായിരുന്നു. അതിനിടയിലേക്കാ അവൻ കയറി വന്ന്. ഉള്ളത് പറയാലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് കിട്ടി. പക്ഷെ അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ്റെ മോള് വെറുതെ ഇരിക്കില്ല. അവനിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. അതവന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തെ അടക്കം അതിനുള്ളിൽ അവന്റെ കാര്യം തീരുമാനിക്കും ഞാൻ. ഇനി എനിക്ക് അവനെ വേണ്ട. നാശം പിടിച്ചവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. പകയോടെ വൈദ്യയെ പറയുന്ന കേട്ടപ്പോൾ ഭൈരവന് ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി. അല്ലെങ്കിലും എല്ലാ പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ വൈദേഹി സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കുന്നതിൽ അയാൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ താനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവളായിട്ട് തന്നെ എല്ലാം നോയിക്കോളും. മോളെ വൈദേഹി, എന്നിട്ട് നീ ജീവനോട് കാര്യങ്ങൾ പറഞ്ഞോ? എന്നത്തേക്ക് അവന്റെ മടക്കം? ഭൈരവൻ ചോദിച്ചപ്പോഴാണ് ആൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നു തന്നെ. ഇതുവരെയും ജീവനോടൊന്നും പറഞ്ഞിട്ടില്ല. വൈദേഹി നിന്നും പരിങ്ങുന്നുണ്ടപ്പോൾ ഭൈരവന് കാര്യം മനസ്സിലായി. എന്താണ് വൈദേഹി നീ ഇങ്ങനെ? കാര്യങ്ങൾ വേണ്ട പോലെ നീക്കിയില്ലെങ്കിൽ ഒന്നും നമ്മൾ വിചാരിച്ചെടുത്തെത്തില്ല. പകരം നാശമായിരിക്കും ഫലം. സമയം വളരെ കുറവാ, അത് നീ മറക്കരുത് വൈദേഹി. ഞാൻ വരുമ്പോഴേക്കെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ട്. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ ഇന്നേനെ ചെയ്യാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പായിക്കൊള്ളാം. ഇക്കാര്യം ഇനി അച്ഛൻ എന്നോട് പറയണ്ട. ഇക്കാര്യം ഇനി അച്ഛൻ എന്നോട് പറയേണ്ട ഞാൻ വരുത്തില്ല.
വൈദേഹിയുടെ മറുപടി വലിയ തൃപ്തി കാണിക്കാമെന്ന് മൂളിക്കൊണ്ട് ഭൈരവനകത്തേക്ക് കയറിപ്പോയി. വൈദേഹി അപ്പോൾ തന്നെ ജീവനെ വിളിച്ചു. അടികിട്ടി മര്യാദക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു ജീവൻ. മേലാകെ വിങ്ങലും നീറ്റലുമാണ്. വൈദേഹി കിട്ടിയതിനേക്കാൾ കൂടുതൽ ജീവനാണ് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് അടികിട്ടിയത്. വൈദേഹിയുടെ കോള് വരുന്ന കണ്ടപ്പോൾ ജീവന് ശരിക്കും ദേഷ്യമാണ് തോന്നിയത്. അവനില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് അടിയിൽ നിന്ന് വിട്ടേക്കുന്നു. പക്ഷെ 2-3 തവണ നിർത്താതെ വിളിക്കുന്ന കണ്ടപ്പോൾ മടിയോടെയാണെങ്കിലും ജീവൻ കോൾ എടുത്തു. നിനക്ക് എന്താ വൈദേഹി? അവരില്ലെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ അടി വിളിച്ചിട്ട് നിനക്ക് ഇതൊരു മതിയായില്ലേ? മേലാസകലം വേദനയാ. ഇതിലും വേദന ചാവുന്നാന്ന് വിചാരിച്ച് കിടക്കാൻ ഞാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ജീവൻ ദേഷ്യത്തിൽ ചോദിച്ചു. എന്നോട് പിണങ്ങിയില്ലടാ പൊന്നെ. വൈദേഹിയുടെ പഞ്ചാര ആവശ്യത്തിൽ കൂടുതൽ ചേർത്തുള്ള ആ പൊന്നേവിളിൽ ജീവൻ വീണു. കിട്ടിയടിയുടെ വേദന ചെറുതായിട്ടൊന്ന് മറന്നു. തനിക്ക് കിട്ടിയതുപോലെ അവൾക്കും കിട്ടിയതാണല്ലോ. ആ പറ. വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ജീവൻ പറഞ്ഞു. നിന്നെ എന്നെ ഉപദ്രവിച്ച് അവനിട്ട് നല്ലൊരു പണി നമുക്ക് കൊടുക്കണ്ടേ? അവന് ജീവിതകാലം മുഴുവൻ മറക്കാത്തൊരു പണി വേണം. വൈദേഹിയുടെ ചോദ്യത്തിൽ ജീവൻ ആവേശത്തോടെ മറുപടി നൽകി. എന്നാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാമോ? വൈദേഹി കൗശലപൂർവ്വം തിരക്കി. നീ കാര്യം പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ചെയ്യണോ വേണ്ടയോ എന്ന്. അവളെക്കാളും വലിയ കൗശലക്കാരനായ ജീവൻ കാര്യമറിയാതെ സമ്മതിക്കില്ലെന്ന മട്ടിൽ നിന്നു. ഞാൻ പറയാം, പക്ഷെ നീ കേട്ട പാതി കേൾക്കാത്ത പാതി പറ്റില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാൻ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയുള്ള തുക 1 രൂപ പോലും തിരിച്ചു തരണ്ട. ഇപ്പം സന്തോഷമായില്ലേ? വൈദേഹി ചിരിയോട് ചോദിച്ചപ്പോൾ ജീവൻ വലിയ താല്പര്യമില്ലാതെ മൂളി. അല്ലെങ്കിൽ വാങ്ങുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു അതിലൊരു രൂപ പോലും തിരിച്ചു കൊടുക്കില്ലെന്ന്. നീ കാര്യം പറ. പറയാം. സിദ്ധാർത്ഥ് ഇന്ന് രാവിലെ ചെന്നൈക്ക് തിരിച്ചു പോയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ അവൻ തിരികെ വരും. അതിനു മുമ്പ് മേഘയൊന്ന് കിഡ്നാപ്പ് ചെയ്യണം. കിഡ്നാപ്പോ? നീ എന്തടിപ്പ് എന്നെ തള്ളിച്ചാച്ച പോലെ എന്നെ കൊലക്കൊടുക്കാനുള്ള പരിപാടിയാണോ? അവന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതും കൂടെ ചെയ്തിട്ട് വേണം നാട്ടുകാരുടെയും പോലീസുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ. നീ ഒന്ന് പോയടി, എനിക്കങ്ങ് വയ്യ. അവിടെ ഒരു കോപ്പിൽ ഐഡിയ. ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ വൈദേഹിയുടെ മുഖം മങ്ങി. ജീവ, അതിന് തട്ടിക്കൊണ്ട് പോകണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നീ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. അതിനൊക്കെ ആൾക്കാരുണ്ട്. നീ ഒന്ന് കണ്ണടച്ച് നിന്നാൽ മാത്രം മതി. ആ അങ്ങനെ പറ. അല്ല, അവളെ തട്ടിക്കൊണ്ടുപോയി നിനക്കെന്തിനാ ഉപ്പിലിട്ട് വെക്കാനോ? അവളെ കൊണ്ടുപോകുന്നതിന് ഞാൻ കണ്ണടച്ച് നിൽക്കുന്നത് എന്തിനാ? നീ അവന്റെ കണ്ണടപ്പിക്കാനുള്ള വല്ല വഴിയുണ്ടോ നോക്ക്. അല്ലെങ്കിൽ നിന്നെ അവൻ കണ്ണടപ്പിച്ച് കിടത്തു. ജീവൻ അതങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മേഘയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് താനെന്തിനാണ് കണ്ണടച്ച് നിൽക്കുന്നത്. ജീവന്റെ തറുതല പോലെയുള്ള വർത്താനം കേട്ട് വൈദേഹി ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചെന്തെങ്കിലും മറുപടി അറിഞ്ഞാൽ ജീവൻ പിണങ്ങിപ്പോകുമോ എന്ന് ഭയന്ന് അവൾ തന്നെ നാവിനെ അടക്കി പിടിച്ച് നിന്നു. ജീവ, ഞാൻ പറയുന്നത് എന്താണ് നീ ഒന്ന് മുഴുവൻ കേൾക്ക്. നമ്മളെ വേദനിപ്പിച്ച് അവനെ തിരിച്ച് വേദനിപ്പിക്കണ്ടേ? അത് വേണം. ജീവൻ ആ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് നീ മുഴുവനും കേൾക്ക്. നമ്മൾ എന്തായാലും ഈ നാട് വിട്ടു പോയി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനം എടുത്തവരാണല്ലോ. മേഘ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് കിഡ്നാപ്പ് ചെയ്യും. ആ സമയം തന്നെ നീ ഈ നാട്ടിൽ നിന്ന് പോകണം. അതിന് നിനക്ക് ആവശ്യമുള്ള പണം, താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ നടന്നു പോകുന്നത് എന്തിനാ? അവളെ കാണാതിരിക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥിന്റെ ഫ്യൂസ് പോകുമല്ലോ. അതല്ലേ ജീവ, ആള് വെറുതെ കാണാതായ അന്വേഷണമൊക്കെ വരും. അത് പാടില്ല. മേഘയെ കാണാതാവുമ്പോൾ അവൻ അട്ടപടലം നീറണം. അതിന് ഞാനൊരു കഥയുണ്ടാക്കാം. മേഘ നിന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന്. സിദ്ധാർത്ഥം നാണം കിടും, വിഷമിക്കും. അപ്പം നമ്മൾ അനുഭവിച്ച വേദനയ്ക്ക് ഒരു ഇത്രയെങ്കിലും ആശ്വാസം കിട്ടും. എന്നെ പൊന്നു വൈദേഹി, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളായി വിളിച്ചു പറയുന്നു? അവൾ എൻ്റെ കൂടെ ഒളിച്ചോടി വന്നതൊക്കെ പറഞ്ഞ് ഏത് പട്ടി വിശ്വസിക്കാനാ? അവനറിയാം അവൾക്ക് എന്നെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടെന്ന്. നീ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. ജീവ, അത് എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കഥയുണ്ടാക്കും. അവനും അവൻ്റെ വീട്ടുകാർക്കും മേഘയുടെ വീട്ടുകാർക്കല്ലേ നീ അവൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അറിയുള്ളൂ. നാട്ടുകാർക്കൊക്കെ അറിയാലോ പണ്ട് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ച കാര്യം. കല്യാണത്തിന് ശേഷവും നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നെന്നും അത് കാരണമാണ് അവന് ഡൈവേഴ്സ് വാങ്ങി പോയതെന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കും. ചിലരെങ്കിലും അത് വിശ്വസിക്കാതിരിക്കില്ല. ഈ കഥ നാട്ടിൽ പറിക്കുമ്പോൾ സിദ്ധാർത്ഥ ആളുകളുടെ മുമ്പിൽ ഇറങ്ങാൻ തന്നെ നാണക്കേടാവും. നിന്നെയും കൂടി ഈ നാട്ടിൽ നിന്ന് കാണാതാവുമ്പോൾ എല്ലാവരും ആ കഥയങ്ങ് ഉറപ്പിക്കും. ആവും ഇനി കേസിന് കൂടുതലൊന്നും നാണക്കേട് കൊണ്ട് പോവില്ല. ഇനി പോയാൽ തന്നെ ഞാൻ അവിടേക്ക് അവരെ നാണം കെടുത്തു. ഇവിടുത്തെ കത്തിലൊക്കെ ഒതുങ്ങുമ്പോൾ ഞാൻ നിന്റെ കൂടെ വരും. എന്നിട്ട് പിന്നീടുള്ള കാലം ആരുടെയും ശല്യമില്ല എന്നുള്ള സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കും. എങ്ങനെയുണ്ട് ജീവന്റെ ഐഡിയ? ഇത് കൊള്ളില്ലേ? എല്ലാം കഴിഞ്ഞ് വൈദേഹി ചോദിച്ചപ്പോൾ ജീവന്റെ ഉള്ളിൽ അവളെ ഓർത്ത് അഭിമാനം തോന്നി. ഇവൾക്ക് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു മോളെ വൈദേഹി, കൊള്ളാനൂടി. മതി, ഇത് തന്നെ മതി. അല്ല, എന്നിട്ട് കിഡ്നാപ്പ് ചെയ്ത മേഘ നീ എന്ത് ചെയ്യും? ജീവന്റെ ചോദ്യം കേട്ടപ്പോൾ വൈദേഹി ഒന്ന് വിളറി. അതോ, അത് പിന്നെ അവളെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഇറക്കി വിടും. അപ്പോഴേക്കും നമ്മുടെ കല്യാണം കഴിയല്ലോ. അത്രയും നാൾ അവനൊന്ന് വിഷമിക്കല്ലോ. അത് മതി, ഒരു സുഖം. എന്നാലും വൈദേഹി അവനിട്ട് 2 കൊടുക്കാതെ. സിദ്ധാർത്ഥിനെ മേല് നോവിക്കാതെ മാനസികമായി മാത്രം വിഷമിപ്പിക്കുന്ന കാര്യം ജീവൻ അങ്ങോട്ട് ഉൾക്കൊള്ളാനായില്ല. എന്നാൽ എൻ്റെ ജീവന് വേണ്ടി അച്ഛൻ്റെ ഗുണ്ടുകളെ കൊണ്ട് അവൻ 2 തല്ലും കൂടെ കൊടുപ്പിക്കാം. എന്താ, മതിയോ? മതി, എനിക്ക് സന്തോഷമായി. വൈദേഹി എൻ്റെ ഭാഗ്യ നിന്നെപ്പോലത്തെ എനിക്ക് കിട്ടിയത്. അപ്പൊ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ? എന്നാ നാട് വിട്ടു പോകേണ്ടത്? നീ എനിക്ക് എപ്പോൾ പണം തരും? അതൊക്കെ ഞാൻ അറിയിക്കാൻ ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, ഇനി ഈ ഫോണിലൂടെയുള്ള കോണ്ടാക്ട് നമുക്ക് വേണ്ട. ഞാൻ വേറെ സിമ്മ് ഫോൺ നിനക്ക് എടുത്തുതരാം.
അതിലൂടെ മതി ഇനിയുള്ള കാര്യങ്ങളൊക്കെ. വൈദേഹിയുടെ ആ തീരുമാനത്തിന് ജീവൻ എതിർത്തൊന്നും പറഞ്ഞില്ല. വരാൻ പോകുന്ന നല്ല കാലത്തെക്കുറിച്ച് ആലോചിച്ച് ജീവൻ മതിമറന്ന് കിടന്നു. നേരെ അർദ്ധരാത്രിയോടടുത്തു. സിദ്ധാർത്ഥിന്റെ കുഞ്ഞു പ്രതിമയുടെ മേളിലെ 7 ചരടിൽ രണ്ടാമത്തെ ചരട് അഴിച്ചു നീക്കാനുള്ള സമയമായി. കാലം കോഴി കൂവിയ നേരം വൈദേഹി പ്രാർത്ഥനയോടെ രണ്ടാമത്തെ കുറച്ചുകൂടെ വണ്ണമുള്ള ഒരു ചരട് എടുത്തു മാറ്റി. അതിന്റെ ഫലമായി സിദ്ധാർത്ഥ് ഉറക്കത്തിൽ വേദന കൊണ്ട് വീണ്ടും പുളഞ്ഞു. ഇനി 5 ദിവസം കൂടെ സിദ്ധു. അവന്റെ മാറ്റങ്ങൾ ഊഹിച്ച വൈദേഹി ഒറ്റ ക്രൂരമായ ചിരിയോടെ ഇരുന്ന് പറഞ്ഞു. തനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ ഇടതുവശം തന്നെയാണ് വേദന എടുക്കുന്നത്. എങ്ങനെയോ തിരിഞ്ഞു മറിഞ്ഞ് അവൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടു. തലേ ദിവസത്തിനേക്കാൾ അസഹനീയമായ വേദന. സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഒറ്റയ്ക്ക് ഈ അവസ്ഥയിൽ കാർ ഓടിച്ചു പോകാൻ കഴിയില്ല. ഫ്രണ്ട് വരുന്നത് നോക്കി വേദനയ്ക്ക് അടിച്ചു പിടിച്ച് സിദ്ധാർത്ഥ് കാത്തിരുന്നു. അപ്പൊ ജിബിൻ പറയുന്ന വിനീത കേസ് പൂർണ്ണമായും വിട്ടു എന്നാണോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.